സാറേ എന്താ മൂന്നാല് പെൺപിള്ളേര് സാറല്ലോ കുഴപ്പമുണ്ടാക്കിയാ? ചുമ്മാല്ല. അതെ, സർവേയുടെ ആൾക്കാരാണ് പിന്നെ വരും. എനിക്ക് ഇപ്പൊ സമയമില്ല. അയ്യോ അതല്ല സാർ, ഞങ്ങൾ OLXൽ വീടിന്റെ ആഡ് കണ്ടിട്ട് വന്നതാ. അയ്യോ സോറി. ബാസി താക്കോൽ എടുത്ത് വരെ മോളി കാണിച്ചു കൊടുക്കുക. ഇവൻ കാണിച്ചു തരും. സാർ ഇവിടെ താമസിക്കാൻ വന്നാ അതെ 4 പേരും. എല്ലാ കാര്യത്തിനും എന്നെ വിളിച്ചാ മതി, ഞാൻ റെഡിയാക്കി തരും കേട്ടാ. വാ, ഇവിടെയൊക്കെ നല്ല അയൽവക്കാരാ. വീട് സൂപ്പറാണ്, എല്ലാ സൗകര്യമുണ്ട്. ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് നിങ്ങൾക്ക് ഈ സിറ്റിയിൽ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാർ ഒറ്റക്കായതുകൊണ്ടാണേ, സാറിന്റെ എല്ലാം ഞാനാണ്. അതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടെ വേണ്ട, ഞങ്ങൾ കഴിച്ചോളാം. ഞങ്ങൾ പുറത്തു പോയി കഴിച്ചോളാം. അല്ല, ഇന്നത്തെ ഭക്ഷണം ഇവിടെ ആക്കിയാലോ? ഇന്ന് എന്റെ ഇവിടെ കഴിച്ചൂടെ? ആയിക്കോട്ടെ, എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ. ഇവിടെ ഒരു കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട്, നല്ല ചാളക്കറി ചാള വറുത്തതൊക്കെ അടിപൊളി. അത് മതി. എങ്ങനെയുണ്ടാവും? പോരെ? അത് മതി. പോരാട്ടാ. മുതലാളി ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. 15 രൂപ മാസ വാടക, 50 രൂപ അഡ്വാൻസ്. ഓക്കെ ആണേ നമുക്ക് കൈ കൊടുക്കാം. മുതലാളി ഞാൻ വിളിച്ചത്, നിങ്ങൾക്കിപ്പോ നമ്മളൊന്നും വേണ്ടല്ലോ. GST കാരല്ലേ നിങ്ങളുടെ ദൈവം. നമ്മുടെ മാവും പൂക്കും മുതലാളി. ചുമ്മാ കളിയാക്കല്ലേ സാറേ. ഞാൻ വിളിച്ചതേ, നിങ്ങൾക്ക് ഈ ADGPമാരുടെ ഭാര്യമാരെ മാത്രമേ സഹായിക്കുള്ളൂ എന്ന് നിർബന്ധമൊന്നും ഇല്ലെങ്കിൽ, നമ്മുടെ ഒരു പെങ്കൊച്ചുണ്ട്, അതിന്റെ കല്യാണമാണ്. പാവപ്പെട്ട കൊച്ച, ഒരു 10 പവൻ കൊടുത്ത് സഹായിക്കണം. അവൾക്ക് കാശ് കിട്ടുമ്പോൾ അവള് തന്നോളും, ഞാൻ ഗ്യാരണ്ടി. അത് ബുദ്ധിമുട്ടാ സാറേ, 10 പവൻ എന്നൊക്കെ പറഞ്ഞാ. പറ്റൂല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. എന്തിയാകും? മുതലാളിയുടെ സ്വർണ്ണമൊക്കെ ഇപ്പോഴും കരിപ്പൂര് വഴി വരുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല, ഞാൻ കാവലിന്നോളാം. അല്ല സാറേ, പിണങ്ങരുതേ. പിണങ്ങാ നീ ആരടാ? എന്റെ പെണ്ടാട്ടിയാ? ആണുങ്ങളെ പോലെ യെസ് അല്ലെങ്കിൽ നോന്ന് പറ കേട്ടാ. അപ്പൊ എങ്ങനെയാ, ഗ്രീൻ സിഗ്നലോ റെഡ് സിഗ്നലോ? ഞങ്ങൾക്ക് ഓക്കെയാണ് സാർ. വെരി ഗുഡ്. ഒരു സെക്കൻഡ്. ഉറപ്പിച്ചേ? ഹലോ സാറേ, ഞാൻ ഓക്കെയാണ്, പറഞ്ഞാ മതി. താങ്ക് യു മുതലാളി. അപ്പൊ അതും ഓക്കെ, ഇതും ഓക്കെ. ശരി എന്നാ. ഓക്കെ സാർ. ഇന്നത്തെ മീൻ തന്നെ? ഇന്നത്തെ മീൻ തന്നെ, നല്ല ഫ്രഷ് മീൻ. 100 രൂപയുടെ കൊഴിയാളാ. നിനക്ക് ലാഭം വല്ലതും കിട്ടുമോ? ലാഭം എന്തോന്നു, നമ്മൾ 5 രൂപയ്ക്ക് 5 മീൻ കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ ഇവിടെ തന്നെ നിൽക്കും. അവരെണ്ണം താഴെ പോയി അപ്പുറത്ത് വെട്ടി കൊടുക്കാം. എന്തുണ്ട് മീൻ? പിടക്കണ അത്തോലിയുണ്ട്, പിടക്കണ അയലുണ്ട്. ബാക്കി വേണ്ടേ? നിന്റെ പിടക്കണതേ ഉള്ളൂ. തരാം. നിന്റെ പിടക്കണ അല്ലാത്ത വല്ലതും ഉണ്ടോ? അടിപൊളി നല്ല സൂപ്പർ മീനാണ്, ഫ്രഷ് മീനാണ്. പുതിയ താമസമൊക്കെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. എന്റെ മദന ഗോപാല സാറേ, ആ കൊച്ചിനെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ? ഈ വീട് മാത്രമേ കിട്ടിയുള്ളൂ നിങ്ങൾക്ക് താമസിക്കാൻ. അതെന്താ ചേച്ചി, വീടിന് വല്ല കുഴപ്പമുണ്ടോ? വീടിനല്ല കുഴപ്പം, വീട്ടുകാർക്കാ. ഞങ്ങൾക്ക് പക്ഷെ അങ്ങനൊന്നും തോന്നിയില്ലല്ലോ ചേച്ചി. പക്ഷെ ചേച്ചി പറഞ്ഞപ്പോ ടെൻഷനായി. ടെൻഷനൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഇല്ലേ. ടെൻഷനൊന്നും വേണ്ട, ചേച്ചി ചുമ്മാ. അവരറിഞ്ഞിരിക്കേണ്ടതല്ലേ, എപ്പോഴായാലും അറിയണ്ടേ. ജോസഫേ, നാളെ സെൻഡ് ഓഫ് പാർട്ടി കഴിയുമ്പോൾ സാറേ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വല്ല വിളക്കോ കുത്തുപോണിയോ കഥകളി രൂപമോ എല്ലാം തന്നാൽ എൻ്റെ സ്വഭാവം മാറും. നാറ്റിക്കരുത് കേട്ടോ. ഒരു കാര്യം ചെയ്യ്, ഒരു 2 ടണ്ണിൻ്റെ AC വാങ്ങിച്ചോ, എനിക്ക് അടുക്കളയ്ക്കകത്ത് ഫിറ്റ് ചെയ്യാൻ. നല്ല മുട്ടൻ വാളയിരിക്കണം, എടുക്കട്ടെ. വാളന്റെ കുഞ്ഞമ്മ കൊണ്ട് വരമ്പ നാറികള് ഒന്നും മാറ്റാനും സമ്മതിക്കൂല. എന്തോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ദിവസമാണെന്ന്, പ്രത്യേകിച്ചും എന്നെ പോലെ ഒരാൾ. കാക്കി ശരീരത്തിൽ നിന്ന് മൂരുന്ന ദിവസം. പിന്നെ അവന് റോട്ടി കിടക്കണ പട്ടിയുടെ വിലയേ ഉള്ളൂ. തോളിൽ സ്റ്റാറും ഇല്ല, സല്യൂട്ട് അടിക്കുക ആളുമില്ല. സർവീസ് ഇരിക്കുമ്പോൾ കുഴപ്പിച്ചവന്മാരെല്ലാം നമുക്കിട്ട് പണിതരാൻ നോക്കുന്ന ദിവസങ്ങളാ പിന്നെ അങ്ങോട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നൂൽപ്പാലത്തിൽ കൊണ്ടുള്ള യാത്ര. അക്കരെ എത്തി എന്ന് പറയാം. പക്ഷെ അത് പേടിച്ച് ചാടി ചാവാൻ നോക്കൂലല്ലോ. ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ദിവസം കുറച്ച് നെയ്ച്ചോറെല്ലാം കഴിച്ച്, കുറച്ച് കോഴിക്കാലെല്ലാം കടിച്ച് പറിച്ച്, കുറച്ച് പരദൂഷണമെല്ലാം പറഞ്ഞ് പിരിയ അല്ലേ? അതെ സാർ. ഈ വീട്ടിൽ വന്നുള്ള അഭ്യാസമൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോ എങ്ങനെയാ, ഓക്കെ അല്ലേ? ഓക്കെ സാർ. ആ മസ്കാരം എടുത്തേ.
ഓ സാറ് കണ്ണെഴുതി പൊട്ടുതൊട്ട് നല്ല കിടുക്കാച്ചി സെറ്റപ്പിലാണല്ലോ. നല്ല ചുള്ളൻ ചെക്കന്മാരല്ലേ വരുന്നേ, വില കളയാൻ പറ്റത്തില്ലല്ലോ. കസ്റ്റഡിയിലുള്ള കക്ഷി എന്താ ചാടിപ്പോയോ? പോടി. ഏതാടി? മറ്റേ ഓൺലൈൻ ട്രേഡിംഗ് കക്ഷിയാണോ? അവനെയൊക്കെ ഇട്ട് മാസം 1 ആയി. നിന്റെ അപ്ഡേഷൻ തീരെ പോരാ മോളെ. അപ്ഡേറ്റ് ചെയ്ത് അവസാനം ഡേറ്റ് തെറ്റാതെ നോക്കിക്കോണം, പറഞ്ഞേക്കാം. അതിനൊക്കെയുള്ള റെമഡീസേ എന്റെ പേഴ്സണലുണ്ട്. യു ഡോണ്ട് വറി. എന്നാ പോവാം. എത്ര മണിക്കടി ഷോ? 9:15. അതെ, അവസാന നിമിഷം ഓടി പഠിച്ച സിനിമ കാണുന്ന പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്ങ് ഇറങ്ങും. ധൃതി പിടിക്കണ്ട, മണി 8 ഉള്ളൂ, ഇനിയും സമയമുണ്ട്. നല്ല ബിരിയാണി, അതായത് നല്ല ചിക്കൻ ബിരിയാണി നിന്ന് AC-ലിരുന്ന് സിനിമ കാണാൻ അടിപൊളിയായിരിക്കും. ചിക്കൻ ബിരിയാണിയോ? ആ, പാരഡൈസ് ഹോട്ടലിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു വരുത്തിച്ചതാ. ഇന്ന് സാറിന്റെ റിട്ടയർമെന്റ് ആയിരുന്നല്ലോ. ആ, നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചേക്കുക. അടിപൊളി ബിരിയാണിയാ. അയ്യോ ഞങ്ങളില്ല ഏട്ടാ, ഒരുപാട് ആളൊക്കെ വരുന്നതല്ലേ, ഞങ്ങളില്ല. ഒരുപാട് ആളൊന്നുമില്ല, പിന്നെ? നമ്മുടെ ആദർശ് സാറും വലസൻ ചേട്ടനും മാത്രമേ ഉള്ളൂ. സാറ് പ്രത്യേകം പറഞ്ഞേക്കുവാ, നിങ്ങൾ വന്നില്ലെങ്കിൽ സാറിന് വിഷമവും. അതിപ്പോ നീ റെഡിയായോ? എന്താണ്? ഞങ്ങൾ വന്നേക്കാം ചേട്ടാ. വരല്ലേ? വന്നേക്കാം. നോക്കി വരണം, നമ്മള് പൊളിക്കും. വിളിച്ചതല്ലേ, പോയിട്ട് വരാം. മതി. എന്റെ മുന്നിലിരിക്കുന്ന സുന്ദരിമാരെ, ആഹാ, ആള് നല്ല ഫോമിലാണല്ലോ. ഈ ഇരിക്കുന്ന പാമ്പോൽ ഇരിക്കുന്ന മനുഷ്യൻ ആരാന്നറിയോ? സിംഹം, തനി സിംഹം. ഇനി നാളെ ആരെങ്കിലും ഏതെങ്കിലും പട്ടിയാളെ മൈൻഡിയോ? അതല്ല ഉദ്ദേശിച്ച്. ആന മെലിഞ്ഞാൽ ആരെങ്കിലും തൊഴുത്ത് കെട്ടുവോ? എന്റെ സാറ് നാളെ മുതലും പുലിയാണ്, പുലി. ഇതൊന്ന് ചപ്പളാച്ചി അടിക്കാതെ ചെന്നിരുന്ന് കഴിക്കേ. അപ്പൊ ഞാൻ ചപ്പളച്ചല്ലേ? അല്ല, സാറിന് എത്ര വർഷത്തെ സർവീസായി? 35. 22 വയസ്സ് ജോയിൻ ചെയ്താ. അപ്പൊ സാറിന്റെ ഫാമിലിയൊക്കെ? സാറിന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് ഭാര്യയും മോനും കൂടി ധ്യാനത്തിന് പോയേക്കുക പോട്ടേല്. പോടാ, അവൻ ചുമ്മാ പറഞ്ഞതാ. എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോയി, പക്ഷെ ഞാൻ അവളെ കളഞ്ഞിട്ടില്ല. ഇതാ കണ്ടില്ലേ? നുണ പറയാന്ന് പറഞ്ഞാൽ മോനും ഏകദേശം അതുപോലെ തന്നെ. അവൻ അമേരിക്ക സെറ്റിൽ ചെയ്തു, വരാറൊന്നുമില്ല. അവിടെ ഫൈനാൻഷ്യൽ അനലിസ്റ്റാ. അവന്റെ അനാലിസിസില് അവന്റെ തന്തയുടെ വില വട്ട 0. നിങ്ങൾ കഴിക്കേ, പെൺകുട്ടികൾ ഈ പ്രായത്തിൽ വേണം നിറച്ച് കഴിക്കാൻ. കഴിക്കും. സാറിന്റെ പേരൻസ് എവിടെയാ? അവരൊക്കെ സ്റ്റാർ ആയിട്ട് മോളിൽ നിപ്പുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യല്ലേ? അല്ല, ബാധ്യതകൾ ഒഴിവായല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കഴിച്ചു പോടാ. ഇവനെയൊക്കെ പോടാ. ആ, അപ്പൻ ഒരു തുരിശടിക്കാരനായിരുന്നു. തോട്ടത്തിൽ ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മരിച്ചുപോയി. ആ സമയത്ത് ഞാനാണെങ്കിൽ കൊച്ചുകുട്ടി, അമ്മയ്ക്കാണെങ്കിൽ ചെറുപ്പം. വിശപ്പ് വന്നാൽ എന്ത് ചെയ്യും? ആഹാരം കഴിക്കട്ടെ. എന്നെ കൊണ്ട് ഒരു അനാഥാശ്രമത്തിലാക്കിയിട്ട് അമ്മ എങ്ങോട്ടോ പോയി, ആർക്കറിയാം. പിന്നെ കണ്ടിട്ടില്ല, കണ്ട ഓർമ്മയും ഇല്ല. എപ്പോ അടിച്ചാലും സാർ ഈ കഥ പറഞ്ഞ് എന്നെ കരയിപ്പിക്കും. എടാ ഇത് കഴിച്ചിട്ട് പോടാ. എടാ പോലടാ, കഴിച്ചിട്ട് പോ. അവ അങ്ങനെ തന്നെ. ഞാൻ ആ ആശ്രമത്തിലെ അച്ഛൻ്റെ ആ രീതിയും സ്വഭാവവും ആ വെള്ള വസ്ത്രമൊന്നും എന്തോ എനിക്കൊന്നും പിടിച്ചില്ല. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവിടെ നിന്ന് തുടങ്ങി എൻ്റെ കിക്ക് ഓഫ്. പിന്നെ അങ്ങോട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമായിരുന്നു. അറിയാൻ മേലാത്ത മുഴുവൻ ജോലിയും ചെയ്തു. മേസ്തിരി പണി, മേക്കാട്ട് പണി, എച്ചിപ്പാത്രം കഴുവല്, എന്തൊക്കെ ചെയ്തു. കടത്തന്നെ കിടന്നു ഉറങ്ങും. അടുത്തൊക്കെ ഉള്ള പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഈ നേർച്ച ചോറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിന്ന് വയറ് നിറയ്ക്കും. പകല് മുഴുവൻ പണി, രാത്രി മുഴുവൻ പഠിത്തം. അങ്ങനെ പഠിച്ച് ഒരുവിധം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുത്തിയിരുന്ന് പഠിച്ച് പോലീസിക്കാൻ 35 വർഷം. ഇന്നലെ പോയതുപോലെ ഉണ്ട്. തിരിഞ്ഞു നോക്കുമ്പം ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. അപ്പൊ സാറിന്റെ ജീവിതത്തിൽ ഒരു റിഗ്രറ്റും ഇല്ല? അബ്സല്യൂട്ട്ലി നോ. എന്നാലും നമ്മുടെ സാറ് ഒരു 1.5 ഐറ്റം തന്നെയാ, അല്ലേ സാറേ?
ആ കഴിയുന്നേ ഇതാ. സാറേ എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അല്ല ഞങ്ങളൊരു സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. കഴിച്ചിട്ട് പോകൂ. അല്ല ഞങ്ങൾ ഇനി ഇരുന്ന പടം തുടങ്ങിയിട്ടേ എത്തത്തുള്ളൂ. കഴിക്കേ. ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം എന്തായാലും. പിന്നെ ഒരു ദിവസം വന്നാ ഈ ബിരിയാണി ഉണ്ടാവോ? ശ്ശേ. മഴ വരുന്നുണ്ട്. അതെയോ? ഡബാസി ഒരു ദിവസം അവൻ വരും എന്നെ കൊണ്ടുപോവാൻ. ഈ വിക്രമാദിത്യൻ വേതാളത്തിനെ തോളിട്ടുകൊണ്ട് പോയതുപോലെ എന്നെ അങ്ങനെ തോളിട്ടുകൊണ്ട് പോകും. സാറി അറമ്പറ്റണ വർത്താനൊന്നും പറയല്ലേ. സാറിന് എന്തെങ്കിലും പറ്റിയ പിന്നെ എൻ്റെ കാര്യം. ഞാനാണ് കാശിന് വേണ്ടി നെട്ടോട്ട് വിടുക. സാറിനറിയാമോ, എൻ്റെ അമ്മ കൊട്ടും വയ്യ സാറേ. 2 കിട്ടിയും പോക്കാം. ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ട് പരുപോയി. നാളെ ആശുപത്രിയിൽ 50,000 രൂപ ബില്ലടക്കാനുണ്ട്. സാറ് കുറച്ച് കാശ് ഒന്ന് സഹായിച്ചാൽ ഞാൻ ജോലി എടുത്ത് വീട്ടിക്കോളാം. ഏത് ജോലി? ഇവിടെ എടാ നീ ഇപ്പോഴേ ഓവർ ഡ്രാഫ്റ്റിലാണ് പോണത്. പിന്നെ എൻ്റെ പെൻഷൻ കാശ് കണ്ടോണ്ടാണ് ഇതിന്റെ തള്ളയുടെ ദീനമെങ്കിൽ മോനെ ആ സാമ്പാർ അധികം തിളയ്ക്കാതെ ഇപ്പോഴേ അങ്ങ് ഇറക്കി വെച്ചേരെ കേട്ടാ. ഭാര്യക്കും ഗുണമില്ല, മക്കൾക്കും ഗുണമില്ല. പിന്നെ എന്തിനാണ് സാറേ ഇത്രയും കാശ് കെട്ടിപ്പൂട്ടി വെച്ചേക്കണത്? ആക്രിക്കാരന് കൊടുക്കാൻ പേപ്പർ വിലക്ക്. എന്നാലും നിനക്ക് 5 പൈസ തരൂല. എന്നാ പിന്നെ ശരി, ഞാൻ പോണു സാറേ. പിണങ്ങിയ വണ്ടിക്കൂലി വേണ്ടേ? വണ്ടിക്കൂലി വാസി ഒരാക്രിക്കാരന് കൊടുത്താ മതി. കണ്ണിച്ചോരില്ലാത്തനും മനുഷ്യനാണ്. നേരെ കൂടെ ഇത്രയും ജോലി ചെയ്തിട്ട്